നമുക്ക് വളരെ പരിചിതമായതും നമ്മൾ പരസ്പരം ആശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ സ്വയം ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തിരുവചന ഭാഗമാണല്ലോ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളത്. അത് വായിക്കുമ്പോൾ, ആ വേദഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആശ്വാസത്തിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ ഒരു മഴച്ചാർ എന്ന പോലെ, ചാറ്റൽ എന്ന പോലെ ഒരു അനുഭവം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഊഷ്മളത നമ്മൾ അനുഭവപ്പെടാറുണ്ട്. നമുക്ക് അത് വായിക്കുമ്പോൾ അത്രമാത്രം ഹൃദ്യമായതും അത്രമാത്രം നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വേദവാക്യമാണല്ലോ അത്. ഇന്ന് രാത്രിയിൽ അതിനോട് ചേർന്നുള്ള ചില വേദഭാഗങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ വേദഭാഗം ആദ്യമായിട്ട് നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പൗലോസിന്റെ അനുഭവത്തോട് ചേർത്ത് പൗലോസ് പറയുന്ന വാചകങ്ങളാണിത്. ഇവിടെ സ്വന്തം ബലഹീനതകളിൽ പ്രശംസിക്കുക എന്ന ഒരു വ്യത്യസ്ത നിലപാടിനെ ഇവിടെ നമുക്ക് കാണാം. സാധാരണ രീതിയിലൊക്കെ എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അതിൽ പ്രശംസിക്കുകയും അതിനെ മാത്രം എടുത്തു കാണിക്കാനൊക്കെ താല്പര്യപ്പെടുന്നതിനിടയിൽ വ്യത്യസ്തമായ, വളരെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ശാരീരിക ബലഹീനതകൾ ഉള്ളവരോട് എല്ലാവരും സഹതാപം കാണിക്കാറുണ്ട്. നമ്മളും സഹതാപത്തോടെയൊക്കെ നമ്മൾ അവരെ കാണുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യാറുണ്ട്. സാധാരണയായി അവർ വലിയ നിരാശയിലൂടെയൊക്കെ കടന്നുപോയി പിന്നീട് കാലക്രമേണ അതിനെ മാനസികമായും ശാരീരികമായും ഒക്കെ അതിജീവിക്കാൻ പല മാർഗങ്ങളും ഒക്കെ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ളവരുടെയൊക്കെ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു നല്ല ഉദാഹരണമാണോ ജോണി എറിക്സൺ ടാഡ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരിയായ ഒരു ഡൈവിംഗ് അത്ലറ്റിന്റെ ജീവിതകഥ. അങ്ങനെ ദൈവം ഉപയോഗിച്ചവരുണ്ട്, അല്ലാതെ ലോകപരമായിട്ടൊക്കെ ചില പെയിന്റിങ്ങും മറ്റു കഴിവുകളൊക്കെ ആർജിക്കുന്നവരൊക്കെ കുറിച്ചുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ ആ കഴിവുകൾ സ്വായത്തമാക്കുകയും അതിന്റെ പേരിൽ സമൂഹം അവരെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് പരിചയമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകൾ എപ്രകാരമാണ് ദൈവിക പ്രവൃത്തികൾക്ക് പ്രയോജനമാകുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് വ്യക്തിപരമായ പെർഫോമൻസുകൾക്കൊക്കെ പ്രാധാന്യം നൽകി തങ്ങൾ ഒരു സംഭവമാണ് അല്ലെങ്കിൽ തങ്ങൾ എന്തൊക്കെയോ പ്രത്യേകത ഉള്ളവരാണെന്ന് അങ്ങനെ ആത്മീയ ലോകത്തെയും പുറത്തുള്ളവരെയും അറിയിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ ആണെങ്കിലും അല്ലാതെ വലിയ കൺവെൻഷൻ പന്തലുകളിലാണെങ്കിലും അതല്ല ചെറിയ കൂട്ടങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ തങ്ങളെ തന്നെ ഉയർത്തുന്ന ഒരു വലിയ കൂട്ടത്തെ, വലിയൊരു വിഭാഗത്തെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യയിലെ സഭയിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പൗലോസ് തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച ഈ സഭയ്ക്ക് പിന്നീട് താൻ എഴുതുന്ന അല്ലെങ്കിൽ തന്റെ യാത്രയ്ക്ക് ശേഷം ആ സഭയെ ധൈര്യപ്പെടുത്തി എഴുതുന്ന തന്റെ 2ാമത്തെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഈ വേദഭാഗങ്ങൾ ഈ 11-12 അധ്യായങ്ങൾ തന്നെ നമുക്ക് കടന്നുമ്പോൾ അവരിൽ ചിലരെ പൗലോസ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ, അതിനൊരു അതിശ്രേഷ്ഠതയുള്ളെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുകയില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഒരു വേറൊരർത്ഥത്തിൽ പറയുന്ന സൂപ്പർ അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയുള്ള ആ നിലയിലാണ് പൗലോസ് അവരെ പരിഹസിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് ആ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 11-ന്റെ 5-ാം വാക്യത്തിൽ അവിടെ പറയുന്ന പൗലോസ് ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പരിഹാസ്യമായിരുന്നു. എന്നാൽ കാരണം അത് അവർ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരല്ലായിരുന്നു. പൗലോസിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ എന്നുള്ള രീതിയിൽ പൗലോസ് തന്നെ അതിനെ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പരിശോധിച്ചാൽ മതപരമായി അനുയായികളെ കൂടെ കൂട്ടുന്നതിനായി അവർ സ്വയം ഉയർത്തി കാട്ടുകയായിരുന്നു. ഇവിടെ അവർ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും? വീമ്പ് പറഞ്ഞ് അല്ലെങ്കിൽ വീമ്പ് പറയുന്ന ഒരു കാര്യം ദൈവം നൽകിയ ദർശനങ്ങളും വെളിപ്പാടുകളുമായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ദർശനം നൽകി, പ്രത്യേകിച്ച് വെളിപ്പാടുകൾ നൽകി എന്നുള്ള രീതിയിൽ ഈ കാലഘട്ടത്തിലും അറിയാതെ തന്നെ നമ്മുടെ ഇടയിൽ പലപ്പോഴും ശുശ്രൂഷിക്കുന്ന പലരുടെയും ഇടയിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഈ വീരവാദത്തിലൂടെ അവർ വ്യത്യസ്തമായ ഒരു കൃത്രിമ പ്രതിച്ഛായ സൃഷ്ടിച്ചു. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
നമുക്കറിയാം അവരുടെ പ്രതിച്ഛായയെ തൊടാതിരിക്കാൻ വേണ്ടി അതിന്റെ രീതിയിൽ അഭിനയങ്ങളും പെർഫോമൻസുകളും ആ രീതിയിലൊക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം കടക്കുന്നില്ല. ഇവിടെ പറയുന്നത് ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ന് അവർ ദൈവത്തിന്റെ പ്രത്യേക ദൂതുള്ളവർ എന്ന നിലയിൽ സ്വയം മഹത്വവൽക്കരിക്കുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമല്ലോ. പ്രിയമുള്ളവരെ, അവർ പ്രോത്സാഹിപ്പിച്ച ക്രിസ്തുമതം തെറ്റുള്ളതും ദോഷകരവുമായിരുന്നു. അങ്ങനെയുള്ള ഒന്നായിരുന്നില്ല ബൈബിൾ വിഭാവനം ചെയ്യുന്ന സഭയും അല്ലെങ്കിൽ ആ കൂട്ടായ്മയെന്ന് ആ തുടർന്നുള്ള വാക്യങ്ങളും അധ്യായങ്ങളൊക്കെ നമുക്ക് നോക്കി കാണുന്നുണ്ട്. ഇനി പൗലോസ് തന്റെ അപ്പോസ്തല പദവിയെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ വിശദീകരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ അതേസമയം ഇവിടെ കാണുന്ന കള്ള അപ്പോസ്തലന്മാർ പറയുന്ന എന്താണെന്ന് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവർ തങ്ങളുടെ വിജയത്തിലേക്കും പൗലോസിന്റെ പ്രത്യക്ഷ പരാജയത്തിലേക്കുമായിരുന്നു അവർ വിരൽ ചൂണ്ടിയിരുന്നത്. അവർ പറയുന്നത് ദൈവം അവർക്ക് എപ്പോഴും വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വെളിപ്പാടുകൾ നൽകുന്നുണ്ട് എന്നായിരുന്നു. അന്നേരം പൗലോസിനെ അവർ കമ്പയർ ചെയ്യാണ്, പൗലോസിനോട് പറയണം. അതല്ലെങ്കിൽ പൗലോസിന് അതേസമയം പൗലോസിനുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ചില സൂചനകൾ അവിടെ വെക്കുന്നുണ്ട്. പൗലോസിന് കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെങ്കിലും വെളിപ്പാടുകളുണ്ടോ? അതിനെക്കുറിച്ച് പൗലോസ് ഒന്നും പറയുന്നില്ലല്ലോ. അവൻ എന്തൊക്കെ ദർശനങ്ങളാണ് നമ്മളോട് പങ്കുവെച്ചത്? ഇപ്പം ഈ പറയുന്ന വ്യാജ അപ്പോസ്തലന്മാർ വന്ന് പറയുന്നുണ്ട്, എന്നോട് ഇന്ന് രാവിലെ ദൈവം അരുളി ചെയ്തു എന്ന് പറഞ്ഞ് അരുളി ചെയ്യുമ്പോൾ പൗലോസ് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ. അതുപോലെ പൗലോസിന്റെ ശുശ്രൂഷയും ജീവിത രീതിയിലും കണ്ടിട്ട് വാസ്തവത്തിൽ പൗലോസിന്റെ ആ സുവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ ആ കരിയർ നോക്കുകയാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നിനായി വലിയ ദുരന്തങ്ങളും പരാജയങ്ങളും കഷ്ടതകളും മാത്രമേ പൗലോസിന് കാണാൻ കഴിയുന്നുള്ളൂ. അടിക്കുന്നു, പിടിക്കുന്നു, ജയിലിൽ ഇടുന്നു, പുറത്തു പോകുന്നു, പിന്നെയും തടവിലെ അങ്ങനെ നിരവധി കഷ്ടതകൾ. അങ്ങനെ നോക്കുമ്പോൾ പരാജയങ്ങളുടെ തുടർക്കഥ മാത്രമേ പൗലോസിൽ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ വ്യാജ അപ്പോസ്തലന്മാരിൽ നിന്നുള്ള ഇത്തരം ആക്രമണങ്ങളെ ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പൗലോസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഈ രണ്ട് അധ്യായങ്ങൾ നമ്മൾ ഒന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അദ്ദേഹം അല്ലെങ്കിൽ പൗലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൗലോസ് എടുത്തു കാണിക്കുന്ന ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ ആ രീതി എന്ന് പറയുന്നത് ക്രിസ്തീയ വേലയിൽ കഷ്ടതകൾക്ക് അനുഭവിക്കുന്നവർക്ക് ഒരു മികച്ച മാതൃകയായ ഒരു രീതിയാണ്. ആദ്യമായി വിമർശകർ തന്റെ പരാജയങ്ങളായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അതായത് തന്റെ ശുശ്രൂഷകളിലൊക്കെ പരാജയമാണ്, എപ്പോഴും മർദ്ദനമാണ്, എപ്പോഴും കഷ്ടതകളാണ്, എപ്പോഴും ദാരിദ്ര്യവും ദുഃഖവുമാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച ആ കാര്യങ്ങളിലേക്കൊക്കെ പൗലോസ് വിരൽ ചൂണ്ടുന്നു. അതായത് തനിക്ക് ലഭിച്ച അടി, കല്ലേറ്, കപ്പൽ ഛേദങ്ങൾ, അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെയും പാർപ്പിടത്തിന്റെയും ഒക്കെ അഭാവം, തന്റെ യാത്രകൾ നേരിട്ട നിരവധി ആപത്തുകളെ കുറിച്ച് ആ വേദഭാഗത്ത് പറയുന്നത് നദികളിൽ നിന്നുള്ള ആപത്ത്, കൊള്ളക്കാരിൽ നിന്നുള്ള ആപത്ത്, സ്വജനങ്ങളിൽ നിന്നുള്ള ആപത്ത്, ജാതികളിൽ നിന്ന് ആപത്ത്, അങ്ങനെ വിവിധ ആപത്തുകളോടെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ വിവിധ കാര്യങ്ങളൊക്കെ പൗലോസ് വെളിപ്പെടുത്തുന്നു. ഇതിന്റെയൊക്കെ മധ്യേ പൗലോസിന് പ്രശംസിക്കാനുള്ളത് തന്റെ ബലഹീനതയിലാണ്. തന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപത്തുകളിലൊക്കെ ഉള്ള തന്റെ നിസ്സഹായത, മനുഷ്യൻ എന്ന നിലയിലുള്ള തന്റെ നിസ്സഹായതയിലാണ് പൗലോസിന് പ്രശംസിക്കാനുള്ളത്. പൗലോസ് തന്റെ ബലഹീനതയെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന കാര്യത്തിലായിരുന്നു പ്രശംസിക്കുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ആപത്തുകളും പ്രശ്നങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിൽ നേരിടുന്നു, ഞാൻ അതിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്ന ആ പൗലോസിനെ നമുക്ക് കാണാനുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ വിവരിക്കുന്ന വ്യാജ അപ്പോസ്തലന്മാരുടെയും ഇന്നത്തെ വിജയികൾ എന്ന് സ്വയം കെട്ടി ഘോഷിക്കുന്നവരിൽ നിന്നും എത്ര വ്യത്യസ്തമായ ഒരു പ്രശംസയാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി, കർത്താവ് തനിക്ക് നൽകിയ ഒരു ദർശനത്തെക്കുറിച്ച് പൗലോസോടെ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പൗലോസിന് ദർശനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പൗലോസ് ദർശനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവന് പ്രാപിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ദർശനത്തെക്കുറിച്ച് മാത്രം ഒരു ചെറിയ സൂചന പൗലോസോടെ പറയുന്നുണ്ട്. അത് വളരെ സംയമനത്തോടും ഒപ്പം വ്യക്തമായ ഒരു അസ്വസ്ഥതയോടും കൂടിയാണ് വിവരിക്കുന്നത്. അല്ലെങ്കിൽ പറയാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുന്നത് പോലെ പൗലോസ് അവിടെ അത് വിവരിക്കുന്നു. അതായത് മുമ്പ് വ്യാജ അപ്പോസ്തലന്മാർ അവരുടെ വിജയങ്ങളെ കുറിച്ച് വീമ്പിളക്കിയപ്പോൾ പൗലോസ് അതിനുള്ള മറുപടിയെ പറഞ്ഞത് തന്റെ പരാജയങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ ദർശനം ലഭിച്ചതിന്റെ വിപരീതം എന്ന നിലയിൽ തനിക്കൊരു ദർശനം ലഭിച്ചിട്ടില്ല എന്ന് പൗലോസിന് അവകാശപ്പെടാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ദൈവസന്നിധിയിലായിരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ആ ദർശനത്തെക്കുറിച്ച് പറയാതിരുന്നാൽ, അല്ലെങ്കിൽ ആ നിലയിൽ പറയാതിരുന്നാൽ അത് ഒരു കള്ളം എന്ന പോലെ ആയിത്തീരുമായിരുന്നു. അതുകൊണ്ട് പൗലോസ് ഒരു മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുന്നത് പോലെ ആ ദർശനത്തെ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ഒന്നും ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു.
ഈ വാക്കുകൾ നമുക്കറിയാം, പലപ്പോഴും ഇതിൽ നിന്നൊക്കെ നമ്മൾ മെസ്സേജ് കേട്ടിട്ടുണ്ടാകും. ഈ വാക്കുകളിലൂടെ പൗലോസ് സൂചിപ്പിക്കുന്നത് വ്യാജ അപ്പോസ്തലന്മാർക്ക് ദൈവം സത്യമായിട്ടും പ്രത്യേക വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദർശനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അവരോട് ആ നിലയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരും അവയെക്കുറിച്ച് മൗനം പാലിക്കണം എന്നുള്ളതായിരുന്നു അവിടെ പൗലോസ് ഈ കാര്യം എടുത്തു പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിലൊക്കെ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ സ്വയം മഹത്വപ്പെടുത്തുന്നതാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ദർശനങ്ങളെക്കുറിച്ച് ഇറങ്ങിയ നിരവധി പുസ്തകങ്ങളും വീഡിയോ സാക്ഷ്യങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുകയും, ഞാൻ ഉറക്കത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ പോയി, അവിടെ പോയി, നരകത്തിൽ പോയി എന്നുള്ള ഒത്തിരി പുസ്തകങ്ങളും ഒത്തിരി കാഴ്ചകളും, ഇപ്പോൾ അതിന് ഇത്തിരി കുറവുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവനാമം മഹത്വമെടുത്ത് ദൈവത്തിന്റെ ആ വചനത്തെ അറിയിച്ച് രക്ഷയിലേക്ക് നയിച്ച് ആത്മീയമായി വളരുക എന്നതിനേക്കാളും സ്വയം മഹത്വപ്പെടുത്തുകയും അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന നിലയിലൊക്കെ അത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് സൂചിപ്പിക്കുന്ന വ്യാജ അപ്പോസ്തലന്മാർ അവരുടെ ദർശനങ്ങളെ കുറിച്ച് വളരെ സ്വതന്ത്രമായി സംസാരിച്ചു എന്ന വസ്തുത തന്നെ അത് യഥാർത്ഥ ദർശനങ്ങളല്ല എന്നുള്ള ആ സൂചനയാണ് പൗലോസിന്റെ ഈ വാക്ക്, അല്ലെങ്കിൽ ഈ മനസ്സില്ലാതെ പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷയെ വിലയിരുത്തേണ്ട രീതി പ്രത്യേക വെളിപ്പെടുത്തലുകളുടെ അവകാശവാദങ്ങളിലൂടെ അല്ല, മറിച്ച് ദൈവവചനം പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അതിൽ വിശ്വസ്ത പുലർത്തുന്നതിലൂടെയും അതിൽ തുടർന്നും ചെയ്യുന്നതിനായിട്ടുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ആ സന്നദ്ധതയിലൂടെയാണ് അതിനെ യഥാർത്ഥ അല്ലെങ്കിൽ ആ ദൈവ പൈതൽ തന്റെ ആ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ പൗലോസ് മനസ്സോടെ തനിക്ക് വെളിപ്പെട്ട ദർശനത്തെക്കുറിച്ച് അറിയിക്കുന്നതോടൊപ്പം തന്റെ ജീവിതത്തിൽ ദൈവികത പ്രകാരം ഉണ്ടായ ഒരു ശൂലത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ശൂലത്തെക്കുറിച്ച് നമുക്കറിയാം, അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി അവകാശവാദങ്ങളുണ്ട്. ഇവിടെ അത് എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ഊഹാപോഹങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പഠിക്കുന്നവരും പഠിക്കാനുള്ളവരെ കുറിച്ച് സമയം തീർക്കാനൊക്കെ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല വേദപഠിതാക്കളും അതിനോട് ചേർന്നുള്ള സൂചനകളുടെയും പ്രായോഗിക ബുദ്ധിയുടെ പ്രായോഗിക ബുദ്ധിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്കറിയാം, ജഡത്തിലൊരു ശൂലത, ജഡം എന്ന് പരാമർശിച്ചതിനാൽ ഇത് അദ്ദേഹത്തിന്റെ ധാർമ്മിക സ്വഭാവത്തിൽ ഒരു ബലഹീനതയാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അത് വലിയ തിയോളജിയൻസ് ആണ് പറയുന്നത്, ഒരു ധാർമ്മിക ബലഹീനതയാണ് ജഡത്തിലെ ശൂലം എന്നുള്ള, ജഡം എന്നുള്ള പേര്. ജഡം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ജഡത്തിലെ പരിശോധന, ജഡത്തിലെ അല്ലെങ്കിൽ ജഡ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ആ നിലയിൽ കരുതിയിട്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഇനി രണ്ടാമത് വേറൊരു കൂട്ടർ പറയുന്നത്, പൗലോസിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഏഷ്യ മൈനറിലെ താഴ്ന്ന തീരദേശ പ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ചതുപ്പ് നിലങ്ങളിലൂടെ താൻ സഞ്ചരിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ ബാധിച്ച മലേറിയ ആണ് ആ ശൂലം എന്ന് പറയുന്നവരുണ്ട്. ഇനി മറ്റൊരു വാദം എന്ന് പറയുന്നത്, പൗലോസ് കൊരിന്തിലായിരുന്നപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഞാൻ അവരോട് വാചാലമായിട്ട് അല്ലെങ്കിൽ ഒത്തിരി അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് ആ നിലയിലൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ അവരോട് സമ്മതിച്ചതിനാൽ അദ്ദേഹത്തിന് സംസാര വൈകല്യമുണ്ട്, അതാണ് ഇവിടെ ശൂലമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു, സംസാരത്തിനുള്ള ആ വൈകല്യം. ഇനി വേറൊരു അഭിപ്രായം പറയുന്നത്, പൗലോസിന്റെ കാഴ്ചശക്തിയെ പരിമിതപ്പെടുത്തുകയും വ്യക്തിപരമായി, അതായത് കണ്ണ് കാണാത്ത രീതിയിൽ അത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന നിലയിൽ കണ്ണിൽ ഒരു ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടായിരിക്കുന്നുണ്ട്, അതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മറ്റു ചിലർ പൗലോസിനെ തന്റെ സഹയഹൂദന്മാരെ അല്ലെങ്കിൽ ആ കൂട്ടുകാരെ അവരെ മാനസാന്തരത്തേക്ക് നയിക്കുന്നതിൽ പരാജയപ്പെട്ടു, അതിൽ ആ ഒരു കുറ്റബോധം ബാധിച്ചിരുന്നു എന്ന് കാരണം ഇതിനൊക്കെ ഏതെങ്കിലും ഒരു വാക്യത്തിന്റെയൊക്കെ അടിസ്ഥാനം കാണും. അന്നേരം എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നിത്യശിക്ഷാവധിയിലേക്ക് പോയിക്കൊള്ളാം, അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ഇവർ ഇതിന് ന്യായീകരിക്കുന്നത്. നിങ്ങളുടെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ന്യായങ്ങളും വാദങ്ങളും ഒക്കെ വരുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരു ശൂലമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആ ശൂലം എന്തായിരുന്നുവെന്ന് ഈ ലേഖനത്തിൽ പറയാത്തതിനാൽ അതെന്തായിരുന്നു എന്നതിന് വലിയ പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ആ ശൂലം എന്താണെന്നുള്ളത്, കൃത്യമായ ആ ശൂലം എന്താണെന്നുള്ളത് അതിനൊരു പ്രസക്തിയില്ല. എന്നാൽ ദൈവത്താൽ തന്റെ ജീവിതത്തിൽ വന്ന ശൂലം തന്റെ ആത്മീയ നിലനിൽപ്പിന് വളരെ പ്രയോജനകരമായ ഒന്നായിരുന്നതിനാൽ ക്രിസ്തു വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഇതിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഒരു ശൂലം എന്നുള്ള ആ നിലയിലുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു അനുഭവത്തിന് ചില പ്രാധാന്യമുണ്ട്. നമ്മളെയും ക്രിസ്തു യേശുവിന്റെ ഭാവത്തിലേക്ക് വളർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ശൂലത്തെ വിവേചിക്കുവാനും അതിലൂടെ ഉണ്ടാകുന്ന ദൈവിക ഫലത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു ശൂലം അത് പൗലോസിന്റെ അതേപോലത്തെ ശൂലമല്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിവേചിക്കുവാനും അതിന്റെ നിലയിൽ നമ്മെ തന്നെ ഒരുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അവസരമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക.
ഇവിടെ പരാമർശിക്കപ്പെടുന്ന ശൂലം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് ശാരീരികമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്റെ ജഡത്തിൽ എന്നതിന്റെ അക്ഷരാർത്ഥത്തിൽ അത് പൗലോസിന് വലിയ ശാരീരിക പീഡനവും നാണക്കേടും ഉണ്ടാക്കിയിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. 11-12 അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ ഗുരുതരമായ കഷ്ടതകളും അല്ലെങ്കിൽ ആ വെല്ലുവിളികളുടെ ഒക്കെ ആ കഷ്ടപ്പാടുകളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ടല്ലോ. അതിനെയൊക്കെ മനസ്സോടെ സഹിച്ചൊരു മനുഷ്യനായിരുന്നു പൗലോസ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ നീക്കം ചെയ്യാൻ പൗലോസ് അവിടെ ആവശ്യപ്പെട്ടിരുന്നില്ല. നദികളിലെ ആപത്തോ അല്ലെങ്കിൽ സ്വജനത്താലുള്ള ആപത്തോ അല്ലെങ്കിൽ കപ്പൽ ചെയ്തോ ഇതിനൊന്നും നീക്കാൻ അവിടുന്ന് പൗലോസ് അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ടൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ എന്തെന്ന് വ്യക്തമാക്കാത്ത ആ ശൂലം അദ്ദേഹത്തെ വളരെയധികം അലട്ടിയിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാകുന്നതിനായി 3 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം കർത്താവിനോട് അപേക്ഷിച്ചു എന്ന് ആ തിരുവചന ഭാഗം നമ്മെ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പൗലോസിന്റെ കഷ്ടപ്പാട് എന്താണെന്നോ ഇവിടെ വ്യക്തമാക്കുന്നതിൽ നമുക്ക് അവനോട് താതാത്മ്യം പ്രാപിപ്പാനും അതുപോലെ അവനിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കാനുമുണ്ട്. അതായത് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്താണെങ്കിലും അതിന്റെ മധ്യ പകരുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ശരീരത്തിന് ഏതെങ്കിലും ഒരു വൈകല്യമോ വേദനയോ കഷ്ടപ്പാടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെന്നുള്ള നേരിടുന്ന പ്രയാസമോ എന്തോ ആകട്ടെ, അത് തന്നെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന്റെ മധ്യ ദൈവം പൗലോസിനോട് അരുളി ചെയ്തതുപോലെ നമ്മളോട് അരുളി ചെയ്യുന്നത് ആത്മാവിൽ കാണാൻ കഴിയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അതിന്റെ മധ്യ സമാധാനം പ്രാപിപ്പാൻ അല്ലെങ്കിൽ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തതും അതേസമയം നമ്മെ നിരന്തരം വിഷമിക്കുന്നതുമായ ആ വിഷയങ്ങളെ പരിശുദ്ധാത്മാവിൽ വിവേചിച്ചിട്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് ഈ വചനത്തിന്റെ അല്ലെങ്കിൽ ഈ പൗലോസിന്റെ അനുഭവത്തിലൂടെ അത് വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് കഴിയുമെന്നുള്ള കാര്യം നാം ഓർക്കുക. പലരും അങ്ങനെയുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാതെ അതിനെ ഓർത്ത് വിലപിക്കുകയും, നമുക്കറിയാം ചിലരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, ചില ദുഃഖങ്ങൾ വരുമ്പോൾ, ചില മറ്റുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഓർത്ത് വിലപിക്കുകയും അതിനെ പ്രാകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ലാതെ സകലതും ദൈവം അറിയുന്നു എന്ന ബോധ്യത്തിൽ നമുക്ക് സ്വസ്ഥതയോടിരിക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയ ഭാഗ്യമാണ്. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകരപ്പെടുന്ന ദൈവകൃപയും ദൈവശക്തിയും. അത് നമ്മെ നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞവരാക്കുന്നു എന്നുള്ള ആ വാഗ്ദത്വം നമുക്ക് ഇതിൽ കൂടെ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. ഈ വേദഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസിന് ഒരു ശൂലം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് അവനെ വളരെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. അതായത് വളരെ പ്രയാസം അതിനോട് അനുഭവിച്ചിരുന്നു. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച ദൈവഭക്തനായ ഈ മനുഷ്യൻ ഒരു പരാതിയുമില്ലാതെ 3 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അത് നീക്കം ചെയ്യാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ കർത്താവ് അത് നീക്കം ചെയ്തില്ല. പകരം ബൈബിളിലെ ഏറ്റവും വലുതും പ്രോത്സാഹജനകവുമായ ചില വാക്കുകളിലൂടെ ദൈവം അവന് മറുപടി നൽകുന്നുണ്ട്. പൗലോസിന് മറുപടി നൽകുന്നുണ്ട്. 12-9 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത എന്തെങ്കിലും കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വാക്യമാണ്. നമ്മൾ നിരവധി നാളുകളായി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതിന്റെ മധ്യയുള്ള പ്രാപിക്കുവാനുള്ള കൃപയായിരിക്കാം. അതിന്റെ മധ്യേ നമ്മുടെ ആ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയെ കാണുവാനുള്ള കാഴ്ചയ്ക്കായിരിക്കാം. അതിനുവേണ്ടിയായിരിക്കും നമ്മളോട് പ്രാർത്ഥിപ്പാൻ അതിലൂടെ ദൈവം വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പൗലോസിനെ ബാധിച്ച ശൂലം സാത്താനിൽ നിന്നുള്ളതായിരുന്നു എന്നുള്ളത് ആ വേദഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അത് ദൈവഹിതത്താൽ തന്നെ സംഭവിച്ചായിരുന്നു. സാത്താന്റെ ദൂതനെയായിരുന്നു കുത്തുവാൻ ഏൽപ്പിച്ചിരുന്നത്, പക്ഷെ ദൈവഹിതത്താൽ തന്നെയായിരുന്നു. അതായത് ഈ ശൂലം കാരണം ഉണ്ടാകുന്ന പൗലോസിന്റെ കഷ്ടപ്പാടുകളിൽ സാത്താന് പങ്കുണ്ടായിരുന്നെങ്കിലും ദൈവമായിരുന്നു ആത്യന്തികമായി അതിന്റെ ചുമതല വഹിച്ചത് എന്നുള്ളത് ആ വേദഭാഗങ്ങൾ മൊത്തമായി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ പൗലോസിന്റെ ശൂലം ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇത് ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളിൽ ഒരു അല്പം അമ്പരപ്പുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് വാക്യങ്ങളുണ്ട്, ദൈവം തിന്മകളാൽ നമ്മെ പരീക്ഷിക്കില്ല എന്ന് പറയുന്ന വാക്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, ആ വാക്യങ്ങളൊക്കെ അങ്ങനെ ഉള്ള ഇടത്ത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകളെ ദൈവം അനുവദിക്കുമെന്നുള്ള കാര്യം കൂടെ നാം അറിയുക. ചില തിന്മകളെ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മെ ഓർത്ത് നന്മയ്ക്കായി ദൈവം അത് അനുവദിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കുക. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ, യേശു കർത്താവിനെ ഗെത്സമനയിൽ വെച്ച് പിടിക്കുന്നതും തുടർന്ന് വിചാരണ ചെയ്യുന്നതും ഏറ്റവും അവസാനം കാൽവരിയിൽ ക്രൂശിച്ച് കൊല്ലുന്നതുമായ അങ്ങനെയുള്ള ആ ദ്രോഹകരമായ തിന്മയുടെ അതെല്ലാം നമുക്ക് ആ തിന്മയുടെ ഒരു വിജയമായി തന്നെ വേണേ വ്യാഖ്യാനിക്കാം. ഒരു തിന്മയാണ് അവിടെ ജയം എടുത്തിരിക്കുന്നത്. സാത്താൻ അത് ആസൂത്രണം ചെയ്തു, അവൻ അത് ദുഷ്ടന്മാരുടെ സഹായത്തോടെ നേടുകയും ചെയ്തു. നമുക്കത് പൗലോസിന്റെ പ്രസംഗത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ അല്ലെ തന്റെ ആദ്യത്തെ യെരുശലേമിലുള്ള പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ നിങ്ങൾക്ക് ഉറപ്പിച്ചെന്ന പുരുഷനായ
ഉറപ്പിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ അവൻ മുന്നമേ അറിഞ്ഞ് തീരുമാനിച്ചതുപോലെ നിങ്ങൾ കേൾപ്പിച്ചു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ ക്രൂശിൽ തറപ്പിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു. അന്നേരം ആ ഒരു സാത്താന്റെ ആ ഒരു തന്ത്രത്തിൽ, അല്ലെങ്കിൽ അവിടെ ആ ദ്രോഹകരമായ പ്രവൃത്തികൾക്ക് അവിടെ ഒരു ജയമുണ്ട്. അത് ദൈവം അനുവദിച്ചുണ്ട്. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി കഷ്ടം അനുഭവിക്കുന്ന ഈ സമയത്ത് കർത്താവ് തന്നെ വിശേഷിപ്പിച്ചതും ഇരുളിന്റെ അധികാര സമയം എന്നായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. അവിടെ 22-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 52 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുപോ. ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടി ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നിട്ട് പറയാണ്, കർത്താവ് പറയുന്ന ഈ വാചകമാണ്, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇരുളിന്റെ അധികാര സമയം അവിടെ അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിതാവ് പുത്രനെ ഇരുളിന്റെ അധികാരത്തിലേക്ക് അല്പസമയം വിട്ടുകൊടുത്തതിലൂടെ ഉളവായ ആത്മീയ നന്മയുടെ ഫലമാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ദൈവതേജസ്സിന്റെ വലിയ പ്രത്യാശ. ആ ഒരു നന്മ അത് പ്രാപിക്കാൻ കഴിഞ്ഞത് ദൈവം അത് അനുവദിച്ചതിലൂടെ തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ, ആ തിന്മ ദൈവമക്കളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തിന്മയെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇന്ന് രാത്രി കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പൗലോസിന്റെ ശൂലം ഒരേ സമയം ദൈവത്തിൽ നിന്നും സാത്താനിൽ നിന്നും ഉണ്ടായതിനാൽ അതിനൊരു ദൈവിക ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം ആത്യന്തികമായി നല്ലതിനായിരുന്നു എന്നുള്ളത് പൗലോസിന്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിനുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തന്നോടുള്ള ബന്ധത്തിൽ ഈ നല്ല ഉദ്ദേശം എന്താണെന്ന് പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അത് ഇങ്ങനെ വായിക്കുന്നു, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, മനസ്സില്ലാ മനസ്സോടെയാണ് പൗലോസ് തനിക്കുണ്ടായ ആ ദർശനത്തെക്കുറിച്ച് 1-2 വാക്യങ്ങളിൽ അവിടെ വിവരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടിരുന്നല്ലോ, ആ വാക്യത്തെ കുറിച്ച് നമ്മൾ വായിച്ചതാണല്ലോ. എന്നാൽ ദൈവത്തിൽ നിന്ന് പൗലോസ് പ്രാപിച്ച ആ അതിമഹത്തായ വെളിപ്പാടുകൾ നിമിത്തം താൻ അഹങ്കാരി ആകാതിരിക്കാനായിട്ടാണ് തന്റെ ജീവിതത്തിൽ ആ ശൂലം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ, ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെ കുറിച്ച് പ്രശംസിപ്പാൻ പ്രയോജനമില്ല എന്നുള്ളൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നീട് ഒരു ശൂലം തരുന്നു എന്ന് പറയുന്നതിലൂടെ പറയുന്നത്, ഈ പറയുന്ന വെളിപ്പാടുകൾ ഇതിനെക്കുറിച്ച് പ്രശംസിക്കുവാനല്ല ദൈവം പൗലോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ്. അതായത് ദൈവം പൗലോസിനെ കുറിച്ച് ആഗ്രഹിച്ചത് താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളെ ഘോഷിക്കുന്നവനായിട്ടല്ല, പകരം ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റവും ആഴത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനായിട്ടാണ് പൗലോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരുന്നത്. പൗലോസ് തനിക്കുണ്ടായ ദർശനങ്ങൾ, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ അവരെ സൗഖ്യമാക്കി എന്നുള്ള ആ മഹത്വവചനങ്ങൾ പറഞ്ഞ് ആ സമയം പോക്കുന്നതിനേക്കാൾ ആഴമേറിയ ദൈവീയ സത്യങ്ങൾ നമുക്കറിയാം. വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു തരുന്ന ലേഖനങ്ങൾ, അത് ഈടുറ്റതും നമ്മെ ധൈര്യപ്പെടുത്തുന്നതും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതുമായ ആ ലേഖനങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത് പൗലോസിനെ ആ നിലയിൽ ആ ശൂലം കൊടുത്ത് തനിക്കുണ്ടായ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ അംഗീകരിച്ചു പോകാതെ ദൈവം നിലനിർത്തിയതിനാണെന്ന് ഓരോരുത്തർക്കും നമുക്ക് മനസ്സിലാക്കുമല്ലോ. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി നാം പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് ആത്മീകമായാലും ഭൗതികമായാലും, അതിൽ പ്രശംസിക്കുന്നതും അഹങ്കരിക്കുന്നതും അതിന് വലിയ പ്രാധാന്യം നൽകുന്നതും ദൈവഹിതമല്ല എന്നുള്ളത് നാം അറിയുക, നാം അത് ഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നു. അത് വലിയ നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് അത് നമുക്ക് അത്യാവശ്യമായിരിക്കാം. പക്ഷേ അതിനല്ല പൊതു ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ബന്ധത്തിൽ നാം അതിന് പ്രാധാന്യം നൽകാൻ അധികം പ്രാധാന്യം നൽകുന്നവരാകരുത് എന്നുള്ളൊരു സന്ദേശം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓരോരുത്തരോടും ബന്ധത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ആരുടെയും ആത്മീയത അളക്കാനുള്ളതല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ഭക്തന്മാരുടെ ജീവിതത്തിൽ തുടർമാനമായ കഷ്ടതകൾ അഥവാ ദുരന്തങ്ങൾ വരുന്നത് ഒരിക്കലും അവരുടെ പാപം നിമിത്തം അല്ലെങ്കിൽ കുറവ് നിമിത്തം എന്ന് വിധിക്കുവാൻ നമുക്ക് പ്രമാണമില്ല എന്നുള്ളത് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസ് തന്നെ പ്രശംസിക്കുന്നത് തന്റെ ആ ബലഹീനതകൾ, തനിക്കുണ്ടായ ആപത്തുകൾ അല്ലെങ്കിൽ കഷ്ടതകൾ അതൊക്കെ ആയിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഒരു ആത്മീയന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കഷ്ടതകൾ നന്മയ്ക്കായി മാറുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിധിക്കാറുണ്ട്, അവരുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ടുള്ള ദുരന്തങ്ങൾ, തുടർച്ചയായിട്ടുള്ള കഷ്ടതകൾ, ഒരു വിധത്തിലും അവർ ലോകപരമായിട്ടോ അല്ലെങ്കിൽ കരകയറുന്നത് ആത്മീയമായി അവർ വളരുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ ദൈവം അവരെ ആ നിലയിൽ വളർത്തി നിത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിത്യ തേജസ്സിന്റെ ആ വലിയ ദർശനങ്ങളെ അവരുടെ ഉള്ളിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള അങ്ങനെയുള്ള കഷ്ടതകൾ പലപ്പോഴും നന്മയ്ക്കായി മാറും.
ബൈബിളിൽ അങ്ങനെ നന്മയ്ക്കായി മാറുന്ന ആ കാര്യങ്ങളെ വിശദീകരിക്കുന്ന മനോഹരമായ ഒരു ഉദാഹരണമാണല്ലോ യോസഫിന്റെ കഥ. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നെങ്കിലും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യോസഫ് മിസ്രൈമിലെ മന്ത്രിയായതോ അല്ലെങ്കിൽ അതുപോലുള്ള പദവികൾ ലഭിച്ചതിനെയോ അല്ല ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ യോസഫ് അവിടെ പോയി ആ പദവികളൊക്കെ പ്രാപിച്ചതിന് ശേഷം, യോസഫും സഹോദരന്മാരും തമ്മിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം, തന്റെ അപ്പന്റെ മരണത്തിന് ശേഷം യോസഫ് പകരം ചെയ്യുമെന്ന് തന്റെ സഹോദരന്മാർ ഭയന്നിരുന്നു. സഹോദരന്മാരെല്ലാം ആ നിലയിൽ ഓർത്തിരുന്നു. എന്നാൽ ഒരു ദോഷവും അവർക്ക് ചെയ്യാത്ത വണ്ണം യോസഫ് അവരോട് ക്ഷമിക്കുന്നു എന്നുള്ളത് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോസഫിനെ അങ്ങനെ മാറ്റി നിർത്തിയതിലൂടെ, അല്ലെങ്കിൽ ആ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ആ പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ കടത്തിവിട്ട് അങ്ങനെ മാറ്റി നിർത്തിയതിലൂടെ തന്നിൽ ഉണ്ടായ ഗുണങ്ങളെ കുറിച്ച് യോസഫ് മനസ്സിലാക്കിയിരുന്നു, യോസഫ് അതിനെ ഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ആ യോസഫിന്റെ ആ പക്വമായ മറുപടികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിനെ കുറിച്ചും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇയ്യോബിന്റെയും യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു സുഖപ്പെടുത്തിയ അന്തന്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ടായ ആ കഷ്ടപ്പാടുകളുടെ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവനാമ മഹത്വം എടുക്കുവാൻ അതിനുവേണ്ടി ആയിരുന്നു എന്നുള്ളത് ആ വേദഭാഗങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഈ ചിന്തകളെ കേൾക്കുന്ന ആരും, പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ ഓർത്ത് നിരാശപ്പെടരുത്. ചിലപ്പോൾ നമുക്ക് പറഞ്ഞു നിൽക്കുമ്പോൾ, ചിലപ്പോൾ മറ്റുള്ള ഒരു ലോക മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശപ്പെട്ട് ഒന്നുമില്ലാതെ ആയിത്തീരുവാൻ, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് അങ്ങനെ ആയിത്തീരുന്ന സങ്കടങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ അനുഭവങ്ങളെ ഓർത്ത് നിരാശപ്പെടുവാൻ നമുക്ക് അതിന് കാര്യമില്ല എന്നുള്ളതാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തിന്മ യഥാർത്ഥ തിന്മ തന്നെയാണ്, അത് കഷ്ടം തന്നെയാണ്, അത് കഷ്ടപ്പാട് തന്നെയാണ്, വേദന ഉളവാക്കുന്നത് തന്നെയാണ്. എന്നാൽ അതെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ ആ ദൈവത്തിന്റെ നല്ല ഉദ്ദേശത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിലെല്ലാം ദൈവത്തിന് നല്ല ഉദ്ദേശമുണ്ടെന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന ശൂലത്തിന്റെ കാഠിന്യം എത്രയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും അതിനെ ജയിക്കാനായി അവനിൽ പകർന്ന കൃപ അതിന് തക്കതായിരുന്നു. അത് എത്രമാത്രം വലിയതായിരുന്നു, ആ കഷ്ടത അത്രമാത്രം വലിയതുമായിരുന്നു അവനിൽ പകർന്ന ആ കൃപയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദനാജനകമായ ആ ശൂലം നീക്കം ചെയ്യണമെന്ന പൗലോസിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തന്നെ അവന് മറുപടിയായി പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ അരുളി ചെയ്ത കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്താൽ സംഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ പകരപ്പെടുന്ന കൃപ ഒട്ടും കുറഞ്ഞതല്ല. അതിനെ ജയിക്കുവാൻ, അല്ലെങ്കിൽ ആ പ്രതികൂലത്തെ, അല്ലെങ്കിൽ ആ കഷ്ടത എന്തുവാകട്ടെ, അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ആ കൃപ മതിയായതാണ്, അത്രമാത്രം വലിയതാണെന്നുള്ളത് നാം അറിയട്ടെ. പൗലോസിന് ആ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിക്കുവാനും ആ സാഹചര്യത്തിലും പ്രവർത്തിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആവശ്യമായ ശക്തി അവന് ആ കൃപ നൽകി, അല്ലെങ്കിൽ ആ ശക്തി ദൈവം നൽകി എന്ന് അവിടെ നമുക്ക് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മറിച്ച് അവയ്ക്കിടയിലും വിജയിക്കാനാണ് പൗലോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ആത്മീയ വിജയം നമ്മൾ ഓരോരുത്തരും നേടുന്നത് നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ആ ഓർമ്മിപ്പിക്കലൂടെയാണ് ഈ വേദവാക്യങ്ങൾ, ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും വലിയ ദുരന്തത്തിൽ നമുക്ക് പെട്ടെന്നുള്ള കൃപ ആവശ്യമുണ്ടെങ്കിൽ ദൈവം പെട്ടെന്ന് തന്നെ കൃപ നൽകും. ദൈവം അതേ ആ നിലയിൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ, ആ ദുരന്തത്തിന് തക്കതായ കൃപയാണെന്ന് പറയുമ്പോൾ, പെട്ടെന്നൊരു കൃപയാണെങ്കിൽ പെട്ടെന്ന് കൃപ തരും, പെട്ടെന്ന് ആവശ്യമുള്ള ദൈനംദിന കൃപയാണെങ്കിൽ ദൈവം ദിവസം തോറും നമ്മളിൽ ആ കൃപ പകരുമെന്ന് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള കൃപ, അതുപോലെ നമ്മെ വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കുവാനുള്ള കൃപ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ, ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് അത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർന്നു നൽകുമെന്ന് ആ വചനം നമ്മെ ഓർമ്മിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനുള്ളത്, ദൈവിക കൃപയെക്കുറിച്ചുള്ള ഈ വാഗ്ദത്ത അറിവുകൾ, പ്രിയമുള്ളവരെ, അറിവുകൾ എന്ന് പറയുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്, നമ്മുടെ പ്രത്യാശയിൽ നമ്മൾ സ്ഥിരത കാണിക്കുവാൻ നമ്മെ ആ നിലയിൽ ഉറപ്പിക്കുന്നത്, അതിനൊക്കെ കഴിയുന്നത് ഈ അറിവുകളാണ്. ഈ വാഗ്ദത്ത അറിവുകൾ സമാധാനത്തോടെ ആയിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ അറിവുകൾ കേട്ട് ബുദ്ധിയിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് അത് സമാധാനത്തോടെ ഇരിപ്പാൻ, നമ്മുടെ കഷ്ടതകളുടെ മധ്യേ സമാധാനത്തോടെ ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃപകളാൽ അതിനെ അതിജീവിപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത്. ഇയ്യോബ് തന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ മധ്യേ ഇങ്ങനെ പറഞ്ഞു, 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
ഞാൻ നടക്കുന്ന വഴി ദൈവം അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രിയമുള്ളവരെ, അത് അല്പം ഏറെ പ്രാഗൽഭ്യം വേണം. അത്ര ഞാൻ പറയുമ്പോൾ തന്നെ എന്താ പറയുക, പൂർണ്ണമായ യോഗ്യതയോടൊന്നുമല്ല പറയുന്നത്, എങ്കിലും ആ പ്രാഗൽഭ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ. നമുക്ക് ആ നിലയിൽ കർത്താവ് ശോധന ചെയ്താൽ പൊന്നുപോലെ പുറത്തു വരുമെന്നുള്ള ആ ഉറപ്പിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരുത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ ശൂലത്തെ മാറ്റേണ്ടതിനായിട്ടുള്ള പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഉത്തരം നൽകുന്നത് എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ്, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ്. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ശക്തരാകുമ്പോഴല്ല, മറിച്ച് നമ്മൾ ദുർബലാകുമ്പോഴാണ് ശക്തി നൽകുന്ന ഈ കൃപ നമ്മിൽ കാണപ്പെടുന്നത്. അപ്പോഴാണ് കൃപ നമ്മളിൽ, അല്ലെങ്കിൽ ഈ ശക്തിയും ഈ കൃപയും നമ്മിൽ വെളിപ്പെടുന്നത്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ഒരു വിധത്തിൽ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു മർമ്മമാണിത്. ഒരിക്കലും അവർക്കത്, അല്ലെങ്കിൽ ബലഹീനതയിൽ, നമുക്കറിയാം ബലഹീനരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായ ദുരന്തങ്ങളോട് കടന്നു പോകുമ്പോൾ അതിലൂടെ തീർന്നു അതിനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ മധ്യേ അല്ലെങ്കിൽ തികഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ ഉറച്ചു വരുന്ന, ദൈവത്തിൽ അടിയുറച്ച് ദൈവത്തിന്റെ വിശ്വാസത്തിലും പ്രത്യാശയിലും വർദ്ധിച്ചു വരുന്ന ആ ഒരു അനുഭവം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ പൗലോസിന്റെ അനുഭവത്തോട് ചേർത്ത് പറയുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുന്നത് ആരെന്നൊരു പ്രസ്താവനയോടുകൂടി പൗലോസ് പറയുന്ന സാക്ഷ്യം നമുക്കറിയാം. അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രിയവരെ, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയിലുള്ള പൗലോസിന്റെ ഉറപ്പിനെയാണ് കാണിക്കുന്നത്. അവിടെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പൗലോസ് പറയുമ്പോൾ, നഗ്നത, കഷ്ടത, പട്ടിണി, ഇതൊക്കെ പറയുമ്പോൾ അതിലൊക്കെ കാണുന്നത് അതാ പൗലോസിന്റെ ഉറപ്പാണ്. അത് ബലഹീനതകളിൽ, ഇങ്ങനെയുള്ള കഷ്ടതകളിലൊക്കെ പോകുമ്പോൾ ബലഹീനതകൾ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന ബലഹീനതകളും അപമാനങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളിലും ഒക്കെ പൗലോസ് ആനന്ദിക്കുന്നത്. പൗലോസ് മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാരൊക്കെ, അല്ലെങ്കിൽ ആ ശിഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് അപ്പോസ്തലരുടെ പ്രവൃത്തികൾ നമുക്ക് കാണുമ്പോൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദൈവകോപമാണ്, പാപമാണ് എന്ന രീതിയിലൊക്കെ വിധിച്ചുകൊണ്ട് അതിനെയൊക്കെ വേറെ രീതിയിലേക്ക് മാറ്റി നിർത്തുന്നത് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ലോകപ്രകാരമുള്ള വിജയാഹ്ലാദങ്ങളിൽ നിന്നൊക്കെ വിപരീതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നാം നമ്മുടെ ബലഹീനതകളാണ് പ്രശംസിക്കേണ്ടത്. കാരണം നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ ബലഹീനതയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും കൃപയും നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുന്നത്. നമ്മളെക്കാൾ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അതായത് നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മൾ ദൈവത്തിൽ ബലപ്പെടുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ ബലഹീനതകൾ പ്രശംസിക്കുന്നവരായിത്തീരണം. ആ നിലയിൽ പൗലോസിനെ പോലെ ആയിത്തീരണം. അത് പക്വതയുള്ള ഓരോ ക്രിസ്തു വിശ്വാസിയും ചെയ്യേണ്ടത് അതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ ദൈവത്തിന്റെ കൃപ, ശക്തി, മഹത്വം, പര്യാപ്തത അതിനെയൊക്കെ അറിയിക്കുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ വിളിച്ചറിയിക്കുന്ന, തങ്ങളുടെ ജീവിതത്തിലൂടെ വിളിച്ചറിയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ സ്വയം പുകഴ്ത്താതെ യേശുവിനെ പുകഴ്ത്തുന്നതിലൂടെ തങ്ങളും കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികളാണെന്ന് അവർ സമ്മതിക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ സന്നിധി. പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, വ്യാജ അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു വാക്കുകൂടി ഞാനോട് ചേർത്ത് പറയട്ടെ. അവർ വിശുദ്ധന്മാരാണ്, അവർക്ക് പാപമൊന്നുമില്ല, അവരെ കുറിച്ച് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നതുമൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം മുമ്പാകെ കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികളാണ് നാം ഓരോരുത്തരും. ഇന്ന് പ്രതിയാലെന്ന് ബേബിച്ചാൻ പാട്ട് പാടിയപ്പോഴും പ്രബോധിപ്പിച്ചപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികളാണെന്ന് നാം നമ്മളെ തന്നെ സമ്മതിക്കുകയാണ് നാം നമ്മുടെ ബലഹീനതകളിൽ പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ ബലഹീനതകൾ പ്രശംസിക്കലോടെ സംഭവിക്കുന്നത്. അവർ കഷ്ടപ്പെടുവാൻ വിളിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവർ അത് ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള ആ വലിയ, അല്ലെങ്കിൽ എന്താ പറയുക, നിശ്ചയദാർഢ്യം കൊണ്ടോ സ്വഭാവം കൊണ്ടോ അല്ല, മറിച്ച് അവർക്ക് വേണ്ടി അതിലും വലിയ കഷ്ടപ്പാട് സഹിച്ചവന്റെ കൃപയും ശക്തിയും കൊണ്ടാണെന്നുള്ളതാണ്. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ അത് ഇവിടെ വിവരിക്കേണ്ടതല്ലോ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ. പ്രിയമുള്ളവരെ, എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പറയുമ്പോൾ യഥാർത്ഥമായും അത് നമുക്ക് മതിയായതെന്ന് ഗ്രഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. അതൊരു വലിയ ചോദ്യമാണ്. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നാറുണ്ട്, നമ്മെ ധൈര്യപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ അത് യഥാർത്ഥമായും അത് മതി, അതുകൊണ്ട് എനിക്ക് സകല തീരും, അല്ലെങ്കിൽ സകല പ്രശ്നങ്ങളും അതുകൊണ്ട് അവസാനിക്കും, അതിനെ കൊണ്ട് ഞാൻ ജയിക്കുമെന്ന് പറയുവാൻ, അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കുവാൻ ഇന്ന് രാത്രി നമ്മെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഗ്രഹിക്കുന്നവരിലാണ് ആ ദൈവകൃപ പൂർണ്ണമായും വെളിപ്പെടുക എന്നുള്ളത് നാം അറിയുക. അങ്ങനെ നമ്മുടെ ബലഹീനതകൾ പ്രശംസിക്കാൻ പഠിക്കുന്നതിലൂടെ നമ്മളെ ശക്തരാക്കുന്ന ദൈവശക്തിയെ അതിന്റെ പൂർണ്ണ നിലയിൽ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടവരും. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെല്ലാം നയിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ സ്നേഹത്തിൽ എന്നെ വേർപിരിക്കുന്നതാര്?
ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്? ഇന്നുവരെയും ആർക്കും കഴിഞ്ഞില്ല, മേലാലും കഴിയുകില്ല. ഇന്നുവരെയും ആർക്കും കഴിഞ്ഞില്ല, മേലാലും കഴിയുകില്ല. യേശുവേ ഞാനായല്ലോ, യേശുവേ ഞാനായല്ലോ, ആമേൻ. യേശുവേ ഞാനായല്ലോ, യേശുവേ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാത്ത വണ്ണം യേശുവേ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാത്ത വണ്ണം യേശുവേ ഞാനായല്ലോ. യേശുവേ ഞാനായല്ലോ, യേശുവേ ഞാനായല്ലോ.